റോഡ് നവീകരണം പാതി വഴിയിൽ. മഴ പെയ്താൽ കാളികാവ് ജംഗ്ഷനിൽ വീണ്ടും വെള്ളക്കെട്ട്. അഴുക്കുചാൽ പാടെ മൂടിക്കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ പരിഹാരം കണ്ടില്ലെന്ന് ആക്ഷേപം. ഏറെ നാളത്തെ മുറവിളിക്കൊടുവിലാണ് മലയോര ഹൈവേയുടെ ഭാഗമായി കാളികാവ് ജംഗ്ഷനിലെ റോഡ് ഭാഗികമായി നവീകരണം നടത്തിയത്. ജംഗ്ഷനിൽ വണ്ടൂർ റോഡിന്റെ 30 മീറ്റർ നീളം നവീകരിച്ചു. എന്നാൽ റോഡിന്റെ കുറച്ചു ഭാഗത്തു മാത്രമാണ് അഴുക്കുചാൽ നിർമ്മിച്ചത്. ഇതോടെ ബാക്കിയുള്ള ഭാഗത്തെ അഴുക്കുചാൽ പാടെ അടഞ്ഞു. ഈ ഭാഗം പഴയ സ്ലാബുകൾ എടുത്തുമാറ്റി ചെളിയും ചപ്പുചവറുകളും മാറ്റിയാലേ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ. ശുചീകരണ പ്രവൃത്തി ചെയ്യാൻ PWDയും തയ്യാറാകുന്നില്ല. വണ്ടൂര് കാളികാവ് റോഡിന്റെ പഴയ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥയാണ് കാണുന്നത്. ULCCക്കാർ പണി പകുതിയിലെടുത്ത് പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കാതെ നിർത്തി 2 ഓവുചാലുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ കിടക്കുന്ന ആശുപത്രിയിലും ലാബിലേക്കും ജനങ്ങൾ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് നടക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് പോകുന്നത്. എല്ലാ കടകളുടെയും മുന്നിലൂടെയാണ് ഇപ്പോൾ ആളുകൾ നടക്കുന്നത്. സൈഡിന് നടക്കാനുള്ള പാത ഉണ്ടായിട്ട് അതിലൂടെ നടക്കാൻ കഴിയാതെയാണ് ആളുകൾ ഈ ബുദ്ധിമുട്ടുന്നത്. ഒന്നുകിൽ പുതിയ ഭരണസമിതിയായ പഞ്ചായത്ത് ഇതിനൊരു പരിഹാരം കാണുക, അല്ലെങ്കിൽ ULCCൻ്റെ ആളുകൾ ഇതിനൊരു പരിഹാരം പറയാൻ കാണുക. ഇത് ജനങ്ങൾക്കും വേണ്ടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് ഇത് ഈ 2 കൂട്ടരിൽ ആരെങ്കിലും ഒരു കൂട്ടർ ഏറ്റെടുത്ത് നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളിവിടുത്തെ ജനങ്ങളെ ആവശ്യം. മഴ പെയ്താൽ മണിക്കൂറുകളോളം വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. ഇതോടെ ഈ ഭാഗത്തുള്ള ക്ലിനിക്കിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.